എന്നാൽ സഹോദരങ്ങളെ, റമളാൻ എന്ന മാസം എങ്ങനെയാണ് നമുക്ക് അവസരമായി തീരുന്നത്? 11 മാസക്കാലം ഏത് വിധത്തിൽ ജീവിച്ചാലും റമളാൻ എന്ന ഒരു മാസം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റമളാൻ എന്ന മാസത്തിൽ നിസ്കാരം, ഖുർആനോത്ത്, അതുപോലെ തന്നെ സ്വതഖ, നോമ്പ്, ഇതൊക്കെ ഒന്ന് നന്നാക്കിയാൽ നമുക്ക് സ്വർഗത്തിലെത്താം എന്ന നിലക്കാണോ നാം റമളാനിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ ആ ധാരണ വലിയ അബദ്ധമാണ്. റമളാൻ അങ്ങനെയല്ല അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മാത്രമല്ല, അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി വർഷത്തിൽ ഒരു മാസക്കാലം പണിയെടുത്ത മതിയോ? അള്ളാന്റെ സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? ആകാശഭൂമികളെക്കാൾ വിശാലമാണ് അള്ളാഹുവിന്റെ സ്വർഗം അല്ലേ? ആ സ്വർഗത്തിന് ഒരു മനുഷ്യൻ എത്രമാത്രം പണിയെടുക്കണം? നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലമത്രയും പണിയെടുത്താൽ പോലും സ്വർഗത്തിലെത്താൻ സാധ്യമല്ല. അത്രക്ക് വമ്പിച്ചതാണ് സ്വർഗം. അതുകൊണ്ട് തന്നെ റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ ചില വീട്ടിലേക്കൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണാൻ ജാറ മൂടിയ പോലെ ടെലിവിഷനിലൊക്കെ മൂടി വെച്ചിട്ടുണ്ടാവും. ഒരു തുണിയൊക്കെ ഇട്ട് മൂടി വെച്ചു. റമളാന ആ കണക്ഷനൊക്കെ വേർപ്പെടുത്തി റമളാനാണ് എന്നുള്ളത് കൊണ്ട് ടെലിവിഷനൊക്കെ മൂടി വെച്ചു. റമളാന് കഴിഞ്ഞാലോ ശവ്വാലിന്റെ പൊന്നമ്പിളി കണ്ടാൽ പിന്നെ കാണുന്ന കാഴ്ച എന്താ? വീട്ടിനകത്ത് വല്ലുമ്മയുണ്ട്, വല്ലുപ്പയുണ്ട്, പേരമക്കളുണ്ട്, സഫായി ഇരുന്ന് മാറി മാറി വരുന്ന ആഴ്ചകളിലെ സിനിമകളും സീരിയലുകളും പാട്ടുകളും കൂത്തുകളും ഇങ്ങനെ കണ്ട് ആ മതിമറന്ന് അതിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാ അല്ലേ? അതാ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ ഇന്നലകളിൽ സംഭവിച്ചു പോയ, കഴിഞ്ഞു പോയ എല്ലാ റമളാനുകളുമെങ്കിലും ആ റമളാനൊന്നും നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ആ റമളാന് കൊണ്ടൊന്നും അല്ലാഹുവിന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമല്ല. ആ റമളാനിൽ അനുഷ്ഠിച്ച നോമ്പ് നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ കടന്നു വരുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമുക്ക് വേണ്ടി ശഫാഅത്ത് ഓതാൻ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് വരുന്നില്ല അല്ലേ? ഒരു മാസക്കാലം നന്നാവാനല്ല സത്യത്തിൽ റമളാൻ അല്ലാഹു ഒരുക്കിയത്. ഒരു മാസക്കാലം നന്നാവാനല്ല. റമളാനിൽ നോമ്പെടുക്കുന്ന സമയം, ആ നോമ്പെടുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടല്ലോ. എന്താണ്? സാധാരണ കേൾക്കാറുണ്ടല്ലോ, മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമല ബി, മോശമായ വാക്കുകളും പ്രവൃത്തികളും ഒരാൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഈ ഹദീത്തിൽ എവിടെയെങ്കിലും ഇത് റമളാനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? കുറേ ആളുകൾ അതാ മനസ്സിലാക്കിയത്. റമളാനിൽ മോശമായ വാക്കുകളും മോശമായ പ്രവർത്തികളും മാറ്റിവെക്കണം. ഇല്ല, റമളാനിൽ പ്രത്യേകമായി മാറ്റിവെക്കാനുള്ളത് അനുവദനീയമായ പല കാര്യങ്ങളുമാണ്. ഭക്ഷണം മുന്നിലുണ്ട്, കഴിക്കാൻ പാടില്ല. വെള്ളം മുന്നിലുണ്ട്, കുടിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ പകൽ സമയം അത്തരത്തിലുള്ള ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. റമളാനിലുള്ള വിലക്കിയത് അനുവദനീയമായ ചില കാര്യങ്ങളാ. അതല്ലാതെ നിഷിദ്ധമായ, റമളാനിൽ സ്പെഷ്യൽ നിഷിദ്ധമായ കാര്യങ്ങള് അങ്ങനെയില്ല. മോശമായ വാക്കുകളും മോശമായ പ്രവൃത്തികളും എല്ലാ കാലത്തും നിഷിദ്ധമാണ്. റമളാനിൽ മാത്രമല്ല. അങ്ങനെയാണ് കുറെ ആളുകൾ റമളാനിലേക്ക് വരുന്നത്. റമളാൻ എന്ന ആ മാസം മാത്രം നന്നാവാൻ നീയത്ത് വെച്ച് വരുന്നവരുണ്ട്. പാടില്ല. അങ്ങനെ വന്നിട്ട് കാര്യമില്ല.
അങ്ങനെ വരുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വകം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലം. എത്രയെത്ര നോമ്പുകാരാ, നോമ്പുകൊണ്ട് ദാഹം കിട്ടി, പട്ടിണി കിട്ടി എന്നല്ലാതെ വേറെ ഒന്നും ലഭിച്ചില്ല. വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്രയെത്ര രാത്രി ദീർഘമായി നമസ്കരിച്ചവരാ, നമസ്കാരം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു എന്നല്ലാതെ വേറെ ഒന്നും ലഭിച്ചില്ല. ഉണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നു രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, റമളാൻ എന്ന മാസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളുമൊക്കെ ഇതര മാസങ്ങളിൽ നിർവഹിക്കുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അതേ കർമ്മങ്ങളാണ് റമളാനിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. പക്ഷെ റമളാനിലേക്ക് വരുന്ന സമയം ആ കർമ്മങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്, ആ കർമ്മങ്ങൾക്ക് ചില മഹത്വങ്ങളുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, റമളാനിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്നു എന്നതാണ്. ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലം. റമളാൻ എന്നത് മുമ്പേ നന്മകൾ ചെയ്തു വരുന്ന ആളുകൾക്കുള്ളതാണ് റമളാൻ. മുമ്പേ നന്മകൾ ചെയ്തു വരുന്ന, കാരണം നോക്കൂ, റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലാഹു വിളിച്ചത് ആരെയാ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. ഈമാനുള്ളവരെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. മുഅ്മിനുകളാണ് റമളാനിലേക്ക് വരേണ്ടത്. റമളാൻ വന്നിട്ട് മുഅ്മിനാവാൻ ഉദ്ദേശിക്കുന്നവരെ കുറിച്ചല്ല, വേഷം കെട്ടലിനെ കുറിച്ചല്ല പറയുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ വേഷം ധരിച്ച് റമളാനിൽ ജീവിക്കുക, അത് റബ്ബിനെ വഞ്ചിക്കല, അത് റബ്ബിനെ പറ്റിക്കല. ആ ഒരു മാസക്കാലം മാത്രം നന്മയുടെ വേഷം കെട്ടുക പാടില്ല. അല്ലാഹു വിളിച്ചത് മുഅ്മിനീങ്ങളെയാ. മുഅ്മിനീങ്ങൾക്കാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു ഇബാദാത്തുകൾ നിർബന്ധമാക്കിയത്. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. വിശ്വാസികൾക്ക് മേൽ സമയം നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ് നമസ്കാരമെന്ന് പറയുന്നത്.